ബാക്ക് ടു മൂന്നാമത്തെ ദിവസത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് താജ്മഹലിലേക്കാണ് പോണത്. രാവിലെ തന്നെ നമ്മൾ താജ്മഹലിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കുറച്ചുകൂടി നേരത്തെ നമുക്ക് ട്രെയിൻ 7 മണിക്ക് പോയി ശരിക്കും ഒരു 5 മണിക്ക് ഒക്കെ അവിടെ എത്തുന്ന രീതിയിലായിരുന്നെങ്കിൽ തിരുവനന്തപുരം തിരക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ടിക്കറ്റ് കിട്ടി 4 മണി വാടിക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു. ട്രെയിൻ അറിയില്ല, ബായി പറപ്പിച്ച് പോകാൻ പറഞ്ഞിട്ടുണ്ട്. 7:08 എൻ്റെ ട്രെയിൻ. നോക്കട്ടെ ഗൈസ്, അവിടെ എത്തുമോ നോക്കട്ടെ. റെയിൽവേ സ്റ്റേഷനിലേക്ക് ആണെങ്കിൽ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഓട്ടോക്കാരൻ തന്നെ കറക്റ്റായിട്ട് എത്തിച്ച് 7 മണിക്ക് എത്തിക്കണോണ്ടാണ് കറക്റ്റ് 7 മണിക്ക്. ട്രെയിൻ ഇപ്പോഴും എടുത്തിട്ടില്ല. നോക്കട്ടെ, ട്രെയിനൊന്നും വേഗം എടുത്താൽ മതിയായിരുന്നു. ഇത്തിരി നേരത്തെ പോകേണ്ടതായിരുന്നു. ട്രെയിൻ ഇപ്പോഴാണ് കിട്ടിയതുകൊണ്ട് ഉള്ളതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ട്. റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ തന്നെ. ട്രെയിൻ പിടിക്കാൻ നോക്കട്ടെ. പ്ലാറ്റ്ഫോം നമ്പർ 4 അത് കണ്ടുപിടിക്കണം. അതൊക്കെ അവിടെ നിന്നാണ് ട്രെയിൻ വന്നുണ്ട് കഴിച്ച് നോക്കടാ. എൻ്റെ ട്രെയിൻ എത്താറായി കണ്ടാറ് പ്ലാറ്റ്ഫോം നമ്പർ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് വന്നു ഗൈസ്, എൻ്റെ ട്രെയിൻ, എനിക്ക് പോകാനുള്ള ട്രെയിൻ കിട്ടി ഗൈസ്. അങ്ങനെ എൻ്റെ ട്രെയിൻ കിട്ടി. താജ്മഹലിലേക്ക് പോകുമ്പോഴുള്ള ട്രെയിനിലെ കുറച്ച് കാഴ്ചകളാണിത്. കേരളം ഉണ്ടാക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം. കുറച്ച് ട്രെയിൻ വൈകിയാണ് ഇവിടെ എത്തിയത്. ഒരു 9:40 ആഗ്രഹിച്ചു. ഞാൻ ഇനി പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴി തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ വല്ല യൂബറോ പിടിക്കാൻ നിൽക്കണം. നോക്കട്ടെ, നോക്കാം. ഇവിടെ നിന്നൊരു ഷെയർ ടാക്സി കിട്ടി. ഷെയർ ടാക്സിക്കാണ് പോകണം. വീടെടുത്ത് നമ്മളെ കൊണ്ട് താജ്മഹൽ ഇറക്കും. ഓട്ടോക്കാരൊക്കെ പറയണത് 100 രൂപയ്ക്കാണ്. അത് നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട, നേരെ വരെ പുറത്തിറങ്ങാം. ഒരു ഷെയർ ടാക്സി ഇടിക്കുക. അത് 20 രൂപ 15 രൂപ കൊണ്ട് ആയിക്കോളും. അവർ 3 ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലാണ് മെയിൻ ഗേറ്റിൽ ഇറക്കണേനുണ്ടോ 100 രൂപ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഇറങ്ങിയാണ്. ഇങ്ങനത്തെ ഷെയർ ടാക്സി പിടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് താജ്മഹൽ. താജ്മഹൽ പോയി നോക്കട്ടെ എങ്ങനെയുണ്ട്. കുറച്ച് പറ്റിയുണ്ട് കഴിച്ചു. സ്ഥലമാണ് തിരികെ. ഞാൻ എത്തി കഴിച്ച്. നമ്മുടെ ഫസ്റ്റ് ഗേറ്റ് മേനോട് നിർത്തിയാണ്. ഇവിടെ വന്ന് കയറണേന് 500 മീറ്റർ നടക്കണം. കുഴപ്പമില്ല, കുറച്ചല്ലേ ഉള്ളൂ. നടന്ന് നോക്കാം. അന്ന് പോകുന്ന വഴിയാണ് കഴിച്ചത്. താജ്മഹലിലേക്ക് പോകുന്ന വഴി ഫോറസ്റ്റ് പോലത്തെ സെറ്റപ്പ്. മഴ വരാൻ പോകുന്നുണ്ട്, നല്ലൊരു മഴ. ഇതാണ് വൈകി വന്നാലുള്ള പ്രശ്നം. ക്യൂ നോക്കി എല്ലാവരും ഇങ്ങനെ നേരത്തെ വരാം. വെളുപ്പിനെ വന്നതായിക്കോളെ ഏറ്റവും നല്ലതെന്നാണ്. പക്ഷേ നമുക്ക് വെളുപ്പിനെ വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എണീറ്റില്ല, പറ്റിപ്പോയി. ഇപ്പം ഇവിടെ നിൽക്കണത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും എൻട്രിക്ക് ഞാൻ ക്യൂ നിൽക്കണത്. ഇത്രയും തിരക്കാണ്. എടുക്കാത്തൊക്കെ വെച്ച് കൊടുക്കാത്തിരക്ക്. കുറേ പേര് പല രീതിയിലൊക്കെയാണ് പറയണത്. ഇവിടെ കുറേ പേരുണ്ട് പറ്റിക്കണത്. അത് നോക്കാണ്ട് നിങ്ങൾ നേരെ ഓൺലൈൻ ടിക്കറ്റ് ചെയ്യാൻ നേരെ വരാം. എങ്ങനെയെങ്കിലും കയറാൻ പറ്റുന്ന നോക്കി. ടിക്കറ്റ് എടുത്താലും നമുക്ക് ക്യൂ നിൽക്കണം.
നല്ല മഴയുണ്ട് കഴിച്ചിട്ട് പേടിയാണല്ലോ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ചില ഫോൺ ഇതായി പോകും. പക്ഷെ നല്ല തിരക്ക് നിന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ ഫിഷിലാണെന്നൊരു സമാധാനമുണ്ട്. എന്നിട്ടാണ് ഇവന്മാർ പടത ചെയ്യണമെന്ന് ഓ പൊന്നോ രക്ഷയില്ല. നൈസായിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. പക്ഷെ എന്നാലും പറമ്പുള്ളതുകൊണ്ട് ആ തിരക്ക് ഫീലാവണല്ല. ഇതൊന്നല്ല നോണ തിരക്ക്. അജിമാലെല്ലാം കാട് നമ്മ പൊക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ എൻ്റെ ആദ്യത്തെ 7 അത്ഭുതങ്ങളിലൊന്ന് കാണാനായിട്ട് ഞാൻ പോകുന്നു. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്ന് ഇപ്പൊ അതിന്റെ കണ്ണ് മുമ്പിൽ കാണാൻ പറ്റില്ലെങ്കിൽ അതാണ് ഇതിന്റെ പ്രത്യേകത. ലോകത്തിൽ അങ്ങനെ 7 അത്ഭുതങ്ങളിൽ ഒന്ന് ഞാൻ കണ്ടിരിക്കുകയാണ്. ബുക്കിലപ്പാണ് തേക്കണേ നോക്കിയല്ലേ. സീൻ തന്നെ. ഷാജഹാനെ സമ്മതിക്കണം. എന്നാലും പണിതാവൻ്റെ ആ കൈ അങ്ങോട്ട് വെട്ടിക്കള. നീ ഇത് ചെറ്റത്തരമാണ്. ഇനി പണിയിരുന്നു പറഞ്ഞത്. അമ്മ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അയാൾ വീണ്ടും പറഞ്ഞോട്ട് പണിതേനെ ആ ശില്പി. ഷാജഹാൻ പൈസ മുടക്കി, ശില്പി പണിത് തട്ടി. ഇപ്പോൾ താജ്മഹലിൻ്റെ സൈഡിൽ കിടന്ന് പോണെയാണ്. ഫ്രണ്ടിലൊക്കെ ഒടുക്കത്തെ ക്രൗഡാണ്. ഒടുക്കത്തെ ക്രൗഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിപ്പെരുന്നാളിന് വന്നേക്കണവരെയാണ് എല്ലാവരും വന്നേക്കണത്. സൺഡേമായി പോയി. ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നാളെ രാജസ്ഥാനിലേക്ക് പോകാനുള്ളതാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. രാവിലെ ഇരുന്ന് വരേണ്ടത്. നിങ്ങൾ രാവിലെ വന്നതായിക്കോളൂ ഏറ്റവും കൂടുതൽ നല്ലത് എല്ലാവർക്കും. രാവിലെ വരാം. അതും എല്ലാ ദിവസമൊക്കെ വരാം. വർക്കിംഗ് ഡേയ്സ് വരാം. അല്ലാതെ ഹോളിഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ കേൾക്കുള്ളൂ. വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഏറ്റവും നല്ല വരാമെന്നുള്ളത്. താജ്മഹൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യട്ടെ. പൂങ്കാവനങ്ങളും ഒരു കുതിര ഉണ്ടായിരുന്നു. കുതിര കിടക്കായിരുന്നു അങ്ങനെ ഇതൊക്കെ ഇട്ടത് ടക്ക് ടക്ക് ടക്കെന്ന് പറഞ്ഞിട്ട്. താജ്മഹലിൽ ഇത്ര അടുത്താണ് ഇപ്പം നമ്മൾ. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. സൈഡിലൊന്നിന്നുകൊണ്ട് എല്ലാവരും ഫ്രണ്ടിലും ഒക്കെയാണ് പോയി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സൈഡിലൊന്നും നിൽക്കുന്നു. ഇതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളത് രക്ഷയില്ല. പണിതവൻ എന്തായാലും ഞാൻ സമ്മതിച്ചിരിക്കണം. മാതിരി സാധനമാണ് പണിത് വെച്ചേക്കണത്. താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലോകത്തിലെ 7 അത്ഭുതങ്ങൾ വെറുതെ അല്ല. ഓരോ 7 അത്ഭുതങ്ങൾക്കും അതിൻ്റേതായ അർത്ഥമുണ്ട്, അതിൻ്റേതായ വാല്യൂ ഉണ്ട്, അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. അത് നമുക്കിത് കാണാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അയാൾ ഒരെണ്ണം കൂടി പണിതിരുന്നെങ്കിൽ തീർന്നേ. മണ്ടൻ പണിതില്ല അയാൾ. മുംതാസിന് വേണ്ടി പണിത്, ഷാജഹാന് വേണ്ടി പണിതില്ല അയാൾ. ബ്ലാക്ക് അത് പണിതില്ല. ഷാജഹാൻ്റെ അല്ല അനന്തരവന ആരെങ്കിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടിയെങ്കിൽ അത് ഇറങ്ങോട്ടാക്കിയാണ്. അമ്മ കുടുംബത്തിലെ പിള്ളേരൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ബിൽഡിങ് അങ്ങനെ ആക്കും. ഒരുത്തരം വരണ്ട, ഒരുത്തരം കയറണ്ട, അങ്ങനെ ആക്കും. പ്രൈവറ്റ് ഷാജഹാൻ അതുകൊണ്ടായിരിക്കും അനന്തരവനാക്കാൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പണി ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. ഫ്രണ്ട് സൈഡിൽ ആളാ പട്ടിയാണ് പണിയാൻ പോയത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പക്ഷെ ആളെ പണിതില്ല. അതുകൊണ്ട് പണിതിരുന്നെങ്കിൽ നേരെ കൂടി ഇതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കാണാം. എടാ പട്ടി ഇരുന്ന് പണിയുണ്ട്. പക്ഷെ ആള് പണിതില്ല. ആള് ഡ്രോപ്പ് ചെയ്ത് പണ്ട് ഇങ്ങനെ കിട്ടി. ഇതെങ്കിലും പണിതാ മതി. എൻ്റെ ഷാജഹാൻ്റെ കേട്ടാ അമ്മയ്ക്കിന് ഞാൻ ഓരോ ഡീറ്റെയിലിംഗ് ആണ്. അയാളുടെ ഐഡിയ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. അയാൾ പറഞ്ഞിട്ടുണ്ടാവും ശില്പിൻ്റെ അടുത്ത് എനിക്ക് ഒരു സാധനം പണിയണം, എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ടാവും. ശില്പിയാണ് തട്ടിപ്പാണത്.
ഹൈറ്റ് ആണല്ലേ, കുത്തം മീനാറിനേക്കാൾ ഹൈറ്റ് ഉണ്ട് ഇനി. മറ്റേ സിനിമ കണ്ടിട്ട് മനസ്സിലായത് ജയറാമിനോട് ലാല് പറഞ്ഞെടുക്കുന്നത് ഉത്തമീനാറിനെ ഹൈറ്റ് ചെയ്തിട്ടുണ്ട് താജ്മഹലിന്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നില്ല ഉത്തമീനാറിന് ഹൈറ്റ്, പക്ഷെ അതിനേക്കാൾ ഹൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണത്. ഉള്ള സാധനം ഉള്ള സെറ്റപ്പുള്ള ബ്യൂട്ടിഫുൾ താജ്മഹൽ. താജ്മഹലിൻ്റെ മനോഹരായിരിക്കുക തന്നെ സാധനം. ഓരോ സൈഡിലും ഓരോ സാധനമാണ് വെച്ചിട്ടുണ്ട്. ഓരോ സെയിമാണ്. ഇവിടെ നോക്കിയാലും ഒരേപോലെ തന്നെ, അപ്പുറം നോക്കിയാലും അതേപോലെ തന്നെ, ഇവിടെ നോക്കിയാലും സെയിമായിട്ട് തന്നെ ഇതിൻ്റെ സാധനങ്ങൾ. ഒത്തിരി ബുദ്ധിമുട്ടാണ് ശരിക്കും. കറക്റ്റ് അതുപോലെ തന്നെയാണ് ഞാൻ നോക്കിയത്, വ്യത്യാസമില്ല. കറക്റ്റ് അത് ഇതാണെങ്കിൽ പോലും സെയിമാണ്. ഇതൊക്കെ സെയിം 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 സെയിം. ഒരു സാധനം പോലും മാറ്റില്ല. എന്താണോ അത് തന്നെയാണ് വയ്ക്കുന്നത്. എന്തായാലും താജ്മഹലിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആഗ്ര ഫോർട്ട് പിടിക്കട്ടെ. എനിക്കിത് ഇഷ്ടപ്പെട്ടു താജ്മഹൽ. കിട്ടണ വരുന്നത് വാങ്ങിക്കാൻ കിട്ടിയ വാങ്ങിക്കാനല്ല അല്ല നമ്മുടെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറിലൊക്കെ ആയിട്ട് കണ്ടോ. എന്തൊക്കെയോ ഇതിൻ്റെ ഫ്ലോറിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, എന്തോ ഒരു സിമ്പൽ, എന്തോ അവരുടെ എന്തൊക്കെയോ സാധനങ്ങൾ. എല്ലാ സാധനത്തിനും ഉണ്ട് പല രീതിയിലുള്ള പല ടൈപ്പ്. ദൂരെ നിന്നുള്ള താജ്മഹൽ ഇങ്ങനെയുമാണ്, അടുത്തുള്ള താജ്മഹൽ അങ്ങനെ, ദൂരെ നോക്കുമ്പോൾ ഇങ്ങനെ. ഞാൻ എക്സ്പെക്റ്റ് മറ്റേതാണ് ആരില്ലാത്ത താജ്മഹൽ. പക്ഷേ ആർപ്പോയി കളിപ്പോയി കുഴപ്പമില്ല. നെക്സ്റ്റ് എന്താണ് ഇവിടെ പിടിച്ച് ആഗ്ര ഹോട്ടലിലോട്ട് തിരിഞ്ഞ്. ഇതാണ് ആഗ്ര ഫോർട്ട്. ഇവിടെ ടിക്കറ്റ് ഉണ്ട് കയറണേന്. നല്ല ക്രൗഡാണ് കഴിച്ചത്. ഒരു സമാധാനം. ക്രൗഡ് കാരണം നമുക്കൊരു ഇതില്ല, ശോകാവസ്ഥയാണ്. ആഗ്ര ഫോർട്ടിൽ കയറി. ഫുൾ റെഡിഷ് കൊള്ളാം. കുറേ നേരമൊക്കെ നിന്നിട്ടാണ് ഉള്ളിൽ കയറിയത്. കുറേ നേരം, അതായത് ടിക്കറ്റ് എടുത്തിട്ട് കാര്യമില്ല, ക്യൂ ആണ്. ടിക്കറ്റ് എടുത്താലും കണക്കാണ്. നോക്കി ക്രൗഡാണ്ട, ഇത്രയും ക്രൗഡ് ഉണ്ട് ഇവിടെ. കണ്ട് നടക്കണം, കുറേ നടക്കാണ്ട്. ഇങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ മതല് പോലെ ഫുള്ള് പണിതിട്ടേക്കണം. എന്നിട്ടാണിത് നടക്കണത്. ബിൽഡ് ചെയ്തേക്കണത് ഇതിങ്ങനെ പറയാൻ നല്ലത്. ഇതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ നോക്കി, ഓരോ കല്ലും സെറ്റ് ചെയ്തേക്കണ ഒരു കേട്ടാ, രക്ഷയില്ല. നല്ല പെഷായിട്ടാണ് ഒരു സെറ്റ് ചെയ്തേക്കണത്. ഓരോ ഇതും ഓരോ വർക്കും കട്ടപ്പൻ. വിഷലാണ് ചെറുപ്പം. ഓക്കെ, കട്ടപ്പല്ലേ കല്ല്, ചെങ്കല്ല് പോലത്തെ എന്തോ കല്ല് വെച്ചാണ് പണിതേക്കണത്. ഫുള്ള് ചുമപ്പാണ്. അതും ഓരോ സാധനങ്ങളും പണിതേക്കണത് വളരെ നൈസാണ് പണിതേക്കണത്. ഓരോ ഇതും എന്തൊക്കെയാണ് പറയണത് എനിക്കറിയില്ല. അടിപൊളിയാണ് ഈ സാധനങ്ങളൊക്കെ. അതൊക്കെ ഞാൻ കണ്ടിട്ട് ഒറ്റയ്ക്ക് വിഷയിലൊക്കെ നിങ്ങൾ എന്തിട്ടാണ് ഞങ്ങോട്ട് പോകാൻ പറ്റില്ലെന്നാണ് അവർ പറയണത്. അവിടെ എന്തോ പൊളിഞ്ഞിടുവാണ്, ഇടിഞ്ഞിടുവാണ് ചില പറയണേ. ഞങ്ങൾ പോകാൻ പറ്റില്ലെന്നാണ് പറയണത്. എന്തോ അക്രബായി എന്ത് സാധനം. എല്ലാ സ്ഥലങ്ങളും ഉണ്ടല്ലോ, ആരും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മങ്ങനെ മാത്രം ഉള്ളെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരാൾ 2-3 പേര് അങ്ങനെയൊക്കെ ആണെങ്കിൽ
ഭയങ്കര സമാധാനവും ശാന്തിയുമാണ്. സാധനത്തിൻ്റെ ഓരോ ബിൽഡിങ് സ്ട്രക്ചർ നോക്കിയല്ലേ മരുന്നാണ് പണിതിട്ടേക്കണത്. ഒരു കല്ലിലാണ് ഫുള്ളൊക്കെ കല്ലിലാണ്. ഗൈസ് ഈ വിഷയല്ലേ ഗോഗി എന്തോ ബ്യൂട്ടിഫുൾ ആണ് നോക്കിയത്. പണ്ട് വെച്ചേക്കണതൊക്കെ വേറെ ലെവല്. കാരണം ഇത് പിന്നെ ഇങ്ങനത്തെ പരിപാടികളാണ് ശോകം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ പേര് എഴുതിയിടുക, ബാക്കി ഇതിനെ നശിപ്പിക്കണേന് വലിയ. അതായത് ഇതിൻ്റെ ഓരോ സ്ഥലങ്ങളും ഓരോ ഫ്രെയിമും. ഇവിടുന്ന് വേറൊരു സാധനം കൂടി ഉണ്ട് മനസ്സിലായി. അതായത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഇങ്ങനെ വല്ല യുദ്ധോപനാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെ താജ്മഹൽ നമുക്ക് കാണാം. കാണാണ് താജ്മഹൽ. മുംതാസിനെ ഷാജഹാൻ ഇവിടെ നോക്കി കാണാൻ പറ്റണം. സാധനം ഇവിടെ പണിത് വെച്ച് കാണാൻ. മഹാല് പണിയാൻ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള മാർബിളാണ് ഇവിടെ മാത്രം വെള്ളച്ചിട്ടുണ്ട്. അല്ലല്ല കേട്ടോ, അവിടെ വെള്ളയ്ക്ക് മാർബിൾ അടിച്ചിട്ടുണ്ട്. താജ്മഹൽ പണിയാൻ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള മാർബിളാണ്. ആ ഡിസൈൻ തന്നെ ഇവിടെ സെറ്റ്. അപ്പോൾ അതായിരിക്കും താജ്മഹൽ പണിയാൻ കൊണ്ടുവന്ന സാധനം സെറ്റ് ചെയ്തായിരിക്കുള്ളൂ. പണ്ട് സാധനം നോക്കി കഴിച്ചില്ല. പുള്ളിക്കാരൻ മണ വെച്ചാൽ ഒരു സാധനം നോക്കിയല്ലേ. കൊട്ടാരം വാട്ട് ബ്യൂട്ടിഫുൾ. അതായത് ഈ ടൈലുകൾ തന്നെ മാർബിൾ തന്നെ നോക്കിയത് അടിപൊളി. ഇതിപ്പോൾ എനിക്ക് ഇറങ്ങാനുള്ള വഴി കണ്ടുപിടിക്കാൻ പറ്റുള്ള കാഴ്ച. ഞാനെവിടെയാണ് എക്സിറ്റ് ഞാൻ കണ്ടുപിടിക്കട്ടെ. കാണാൻ വേണ്ടി പറ്റുള്ള എക്സിറ്റ് ഐ ഡോണ്ട് നോ. എക്സിറ്റ് എവിടെയാണ്? ഫോണിൻ്റെ ചാർജ് തീരാറായി. എന്തുവാണല്ലോ ഈ പണം വെച്ചേക്കുന്നത്. മാർവലസ്, അമേസിങ് എന്താ പറയാ, കൊള്ളാം. നമ്മുടെ താജ്മഹലും അതുപോലെ നമ്മുടെ ആഗ്ര ഫോർട്ടും ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ എന്തോരം എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങൾ ഇത് വന്ന് തന്നെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഞാനിവിടുത്തെ ഓരോ മുറികളിൽ കൂടി കയറി കഴിഞ്ഞാൽ എൻ്റെ വഴി തെറ്റും, എൻ്റെ സ്റ്റോറേജ് തീരും, എൻ്റെ ചാർജ് തീരും. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മസ്റ്റായിട്ട് റെഡ് ഫോർട്ട്, ഷെർട്ട് ഫോട്ടോ അല്ല ആഗ്ര ഫോട്ടോ ഒന്നുണ്ട് കാണാം. ആൾ പണിത് വെച്ചേക്കണ ഓരോ സാധനങ്ങളുണ്ടല്ലോ അടിപൊളിയാണ്. ഇവിടെ ക്ലീൻ ഇല്ലെന്നുള്ള ഡൽഹിയിൽ, പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പക്ക ക്ലീനാണ്, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. ബൈ.